ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരിക്കലും യാദൃച്ഛികമല്ല. നിങ്ങളുടെ മനസ്സിപ്പോൾ എന്തോ തിരയുകയാണ്. ഒരു ആശ്വാസം, ഒരു ഉറപ്പ്, ഒരു ദൈവ സന്ദേശം. അതുകൊണ്ടാണ് ഈ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്ക്. ഇതൊരു സാധാരണ വീഡിയോ ആയിട്ട് കാണരുത്. നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സ് മെസ്സേജ് വീഡിയോകൾ കാണുന്നവരായിരിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ പ്രപഞ്ചനാഥൻ നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഭാരമേറിയ മനസ്സിന് ഒരു ആശ്വാസമായി ഭഗവാൻ സംസാരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ സന്ദേശമാണിത്. പ്രപഞ്ചത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ പോരാട്ടത്തിലാണോ? സാമ്പത്തിക പ്രശ്നമാകാം, ബന്ധങ്ങളിൽ തകർച്ചയാകാം, ആരോഗ്യ പ്രശ്നമാകാം, അല്ലെങ്കിൽ ആരും കാണാത്ത ഒരു മാനസിക ഭാരമാകാം. പുറത്ത് നിങ്ങൾ ചിരിക്കുമ്പോഴും ഉള്ളിൽ ഒറ്റയ്ക്കായി കരയുന്ന അവസ്ഥയിലാകാം. എന്തിനാണ് എനിക്ക് മാത്രം ഇത്രയും എന്ന് ചോദിച്ചിട്ടുണ്ടാകാം നിങ്ങൾ. ഞാൻ ശിവനെ വിശ്വസിക്കുന്നില്ലേ? പിന്നെ എനിക്കെന്താണ് ഇങ്ങനെ എന്ന് പോലും ഒരിക്കൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, ചിന്തിച്ചിട്ടുണ്ടാവും. ഇന്ന് ആ സംശയത്തിന് ഒരു ആഴത്തിലുള്ള മറുപടിയാണ് പ്രപഞ്ചം നിങ്ങൾക്കായി തരുന്നത്. ഭഗവാൻ മഹാദേവൻ ഒരു രൂപം മാത്രമല്ല. ഭഗവാൻ ഒരു പ്രതിമയല്ല. ഭഗവാൻ ഒരു ക്ഷേത്രത്തിൽ ഒതുങ്ങുന്ന ശക്തിയുമല്ല. ശിവൻ ഒരു നിയമമാണ്. ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന അദൃശ്യമായ നിയമം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ 3 ചക്രം പോലെ ജീവിതം സഞ്ചരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന തകർച്ച അത് സ്ഥിരമല്ല. നിങ്ങൾ ഇപ്പോൾ കരയുന്ന കണ്ണുനീർ അത് ശാശ്വതമല്ല. കാരണം ശിവതത്വത്തിൽ ഒന്നും സ്ഥിരമല്ല. ദുഃഖവും അല്ല, സന്തോഷവുമല്ല, പോരാട്ടവുമല്ല, വിജയം പോലും അല്ല. എല്ലാം മാറുന്നു. മാറ്റം തന്നെയാണ് ഭഗവാൻ മഹാദേവൻ, ഈ പ്രപഞ്ചശക്തി. നടരാജൻ്റെ നൃത്തം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആ നൃത്തം ഒരു കലാപ്രകടനം അല്ല. അത് പ്രപഞ്ചത്തിൻ്റെ ചലനമാണ്. എല്ലാം ചലനത്തിലാണ്. നിങ്ങളുടെ കഷ്ടതയും ചലനത്തിലാണ്. നിങ്ങളിപ്പോൾ കുടുങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിയാലും എനർജി ഒരിക്കലും നിശ്ചലമല്ല. അത് മാറുന്നു. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന ഒരു രൂപാന്തരം കാത്തിരിക്കുകയാണ്. നിങ്ങളത് വെറുപ്പിലേക്കും ഭയത്തിലേക്കും മാറ്റിയാൽ അത് ഇരുട്ടാകും. നിങ്ങൾ അത് വിശ്വാസത്തിലേക്കും സമർപ്പണത്തിലേക്കും മാറ്റിയാൽ അത് അനുഗ്രഹമാകും. പലരും ലോ ഓഫ് അട്രാക്ഷൻ അതിനെ തെറ്റായി മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പണക്കാരനാകണം എന്ന് പറഞ്ഞാൽ പണം വരും എന്ന് കരുതുന്നു. പക്ഷെ അത് വാക്കുകളുടെ കളിയല്ല, അത് ബോധത്തിൻ്റെ നിലയാണ്. നിങ്ങൾ ഉള്ളിൽ എന്താണോ അതാണ് നിങ്ങൾ പുറത്തേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ ഉള്ളിൽ കുറവാണെന്ന് വിശ്വസിച്ചാൽ ജീവിതം കൂടുതൽ കുറവുകൾ തന്നെയാകും നൽകുക. നിങ്ങൾ ഉള്ളിൽ ഞാൻ ശിവശക്തിയുടെ ഭാഗമാണ്, ഞാൻ ഒറ്റയാളല്ല, എൻ്റെ ജീവിതം ഒരു ദൈവിക പദ്ധതി അനുസരിച്ച് നടക്കുന്നു എന്ന് ഉറപ്പിച്ചാൽ പ്രപഞ്ചം അതനുസരിച്ച് നിങ്ങളോട് പ്രതികരിക്കും. ശിവഭക്തി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങളുടെ ഉള്ളിലെ ഫ്രീക്വൻസി മാറ്റുന്നു. നിങ്ങൾ ഓം നമഃശിവായ എന്ന് ജപിക്കുമ്പോൾ അത് ഒരു ശബ്ദം മാത്രമല്ല, അതൊരു വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ നിങ്ങളുടെ മനസ്സിലെ ഭയത്തെ മന്ദമാക്കുന്നു, ചിന്തകളെ ശുദ്ധമാക്കുന്നു. മനസ്സ് ശുദ്ധമായാൽ തീരുമാനങ്ങൾ ശുദ്ധമാകും. തീരുമാനങ്ങൾ ശുദ്ധമായാൽ ജീവിതത്തിൻ്റെ ദിശ മാറും. അതാണ് യഥാർത്ഥ ലോ ഓഫ് അട്രാക്ഷൻ. ശിവഭക്തി വഴി മനസ്സ് അലയനാകുമ്പോൾ പ്രപഞ്ച നിയമം നിങ്ങളെ എതിർക്കില്ല. അത് നിങ്ങളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ചോദിച്ചേക്കാം, പിന്നെ നല്ല ആളുകൾക്ക് എന്തിനാണ് കഷ്ടം വരുന്നത്? ഈ ചോദ്യം പലർക്കുമുണ്ട്. കേൾക്കണം, ശിവൻ ഒരിക്കലും ഭക്തരെ ശിക്ഷിക്കില്ല. പക്ഷേ ശിവൻ ഭക്തനെ തയ്യാറാക്കും. സ്വർണം തീയിൽ കത്തുമ്പോഴാണ് ശുദ്ധമാകുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ ആത്മാവ് പരീക്ഷകളിലൂടെ കടക്കുമ്പോഴാണ് ശക്തമാകുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന പോരാട്ടം ഒരു ശാപമല്ല. അത് ഒരു ശുദ്ധീകരണമാകാം, പഴയ കർമ്മങ്ങളുടെ വിഘടനമാകാം, അല്ലെങ്കിൽ വലിയ ഒരു ഉയർച്ചയ്ക്ക് മുമ്പുള്ള പരിശീലനമാകാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഏറ്റവും ഇരുണ്ട സമയത്തിന് ശേഷം തന്നെയാണ്. രാത്രി ഏറ്റവും ഇരുണ്ടത് പുലരിക്ക് മുമ്പാണ്, അല്ലേ? നിങ്ങളിപ്പോൾ ആ ഇരുണ്ട ഘട്ടത്തിലാകാം. പക്ഷെ അത് അവസാനമാണോ? ഒരിക്കലുമല്ല.
അത് ഒരു ഇടവേളയാണ്. ശിവൻ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ പുതിയ രൂപത്തിൽ സൃഷ്ടിക്കാനാണ് ഈ ഘട്ടം അനുവദിച്ചിരിക്കുന്നത്. ധ്യാനം എന്തിനാണ് ശിവൻ്റെ വഴി എന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ശിവൻ പുറത്തല്ല, ഉള്ളിലാണ്. നിങ്ങൾ പുറത്തെ പ്രശ്നങ്ങൾ മാറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഭഗവാൻ മഹാദേവൻ പറയുന്നത് ഉള്ളിലേക്ക് നിങ്ങൾ നോക്ക് എന്നാണ്. നിങ്ങൾ നിശബ്ദതയിലിരിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ചിന്തകൾ വരും. അതിനോട് ഒപ്പം ഭയം വരും, പഴയ ഓർമ്മകൾ വരും. പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതികരിക്കാതെ അവയെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം വരും. ആ നിമിഷത്തിൽ മനസ്സ് നിശ്ചലമാകും. ആ നിശ്ചലതയിൽ ഒരു സമാധാനമുണ്ടാകും. ആ സമാധാനം തന്നെയാണ് മഹാദേവൻ. ആ അവസ്ഥയിൽ പോരാട്ടമൊന്നുമില്ല, താരതമ്യങ്ങളില്ല, കുറവില്ല. അവിടെ പൂർണ്ണത മാത്രമേ ഉള്ളൂ. സ്വർഗം എന്ന് പറയുന്നത് മരിച്ച ശേഷം കിട്ടുന്നതല്ല, മനസ്സിൻ്റെ അവസ്ഥയാണ് സ്വർഗം. നിങ്ങൾ ഉള്ളിൽ സമാധാനം കണ്ടെത്തുമ്പോൾ പുറത്തെ കൊടുങ്കാറ്റ് നിങ്ങളെ ഒരിക്കലും തകർക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അവ നിങ്ങൾക്കുള്ളിൽ താമസിക്കില്ല. നിങ്ങൾ അവയെ കടന്നുപോകും. ഇതാണ് ശിവഭക്തിയുടെ ഫലം. ഇതാണ് പ്രപഞ്ച നിയമത്തോട് ഏകീകരിച്ച ജീവിതം. ഒരിക്കലും നിങ്ങളിത് മറക്കരുത്. നിങ്ങളിപ്പോൾ കരയുന്നുണ്ടെങ്കിൽ ഈ കണ്ണുനീർ ശാശ്വതമല്ല. നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ അത് ഒരു ഭ്രമമാകാം. കാരണം നിങ്ങൾ ശിവശക്തിയുടെ ഭാഗമാണ്. പ്രപഞ്ചം നിങ്ങളെ വിട്ടിട്ടില്ല. നിങ്ങൾ തോറ്റതായി തോന്നിയാലും അത് വിജയത്തിന് മുമ്പുള്ള അവസാന പരീക്ഷയാണ്. നിങ്ങൾക്ക് എല്ലാം അവസാനിച്ചതായി തോന്നുന്ന നിമിഷം അത് തന്നെയാണ് പലപ്പോഴും ഒരു പുതിയ തുടക്കത്തിൻ്റെ കവാടം. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്ത്. പരാതി കുറയ്ക്ക്, നന്ദി വർദ്ധിപ്പിക്ക്, ഭയം കുറയ്ക്ക്, ജപം വർദ്ധിപ്പിക്ക്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ നിർത്ത്. നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കാൻ 21 ദിവസം ഇത് തുടര്. നിങ്ങൾക്കുള്ളിൽ ഒരു മാറ്റം കാണും. ആ ഉള്ളിലെ മാറ്റം തന്നെയാണ് പുറത്തെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ എല്ലാ പോരാട്ടങ്ങളും അവസാനിക്കുകയാണ് എന്ന്. ഇതൊരു ആശ്വാസവാക്കല്ല കൂട്ടുകാരെ, ഇത് ഒരു നിയമമാണ്. ഭഗവാൻ മഹാദേവൻ സംഹാരകനാണ്, പക്ഷേ അവൻ സംഹരിക്കുന്നത് നിങ്ങളുടെ ജീവിതമല്ല, നിങ്ങളുടെ ഭയമാണ്, നിങ്ങളുടെ അഹങ്കാരമാണ്, നിങ്ങളുടെ നെഗറ്റീവ് കർമ്മകളാണ്. അവ സംഹരിക്കുമ്പോൾ മാത്രമാണ് പുതിയ ജീവിതം പിറക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന തകർച്ചയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. അത് ഒരു പുനർജന്മത്തിൻ്റെ മുന്നോടിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഒരിക്കലും തകർന്നിട്ടില്ല. നിങ്ങൾ രൂപപ്പെടുകയാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല. നിങ്ങൾ ദൈവിക ശക്തിയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ സഹിക്കുന്ന ഈ ഘട്ടം ഒരിക്കലും ശാശ്വതമല്ല. നിങ്ങളുടെ സമയം വരും. നിങ്ങളുടെ പ്രകാശം തെളിയും. നിങ്ങളുടെ ജീവിതം സ്വർഗമാകുന്ന അവസ്ഥ വരും. ആദ്യം ഉള്ളിൽ, പിന്നെ പുറത്ത്. ഇത് മറക്കരുത് നിങ്ങൾ. പോരാട്ടം സ്ഥിരമല്ല. ശിവതത്വത്തിൽ നിന്ന് ഇരുട്ടിൽ പോലും നൃത്തത്തിൻ്റെ ഭാഗമാണ്. നൃത്തം അവസാനിക്കുമ്പോൾ സമാധാനം വരും. നിങ്ങളുടെ ജീവിത നൃത്തം ഇപ്പോൾ ശക്തമായ ഘട്ടത്തിലാകാം, പക്ഷേ സംഗീതം നിർത്തിയിട്ടില്ല. ശിവൻ എപ്പോഴും നൃത്തം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മോചനത്തിന് വേണ്ടി. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്ക്. ആഴത്തിൽ ശ്വസിക്കുക. മനസ്സിൽ പറയുക, ഓം നമഃ ശിവായ. എൻ്റെ ജീവിതം ഒരു ദൈവിക പദ്ധതി അനുസരിച്ച് നടക്കുന്നു. എൻ്റെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നു. ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉയരുന്നു. ഈ ഉറപ്പ് ദിവസവും ആവർത്തിക്കുക. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. അപ്പോൾ ഇത് ഒരു വീഡിയോയുടെ അവസാനമായിട്ട് കാണരുത്. ഇനി ഞാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ പുതിയ ബോധത്തിൻ്റെ തുടക്കമാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ പോരാട്ടങ്ങളും അവസാനിക്കും. ജീവിതം സ്വർഗമാകും. കാരണം നിങ്ങൾ ശിവശക്തിയോട് ഒന്നായാൽ പ്രപഞ്ചം നിങ്ങളെ എതിർക്കില്ല. അത് നിങ്ങളെ ഉയർത്തും. ശിവതത്വത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക. ശിവഭക്തി എന്താണെന്ന് അറിയുക. എല്ലാവരും ധ്യാനമെടുക്കുക. ശ്വാസത്തിലൂടെ മഹാദേവനെ ഉണർന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ അറിവുകളും കിട്ടുകയുള്ളൂ. ശ്വാസത്തിലൂടെ ഓരോരുത്തരും ഭഗവാൻ മഹാദേവൻ്റെ സാമീപ്യം അനുഭവിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.